നമസ്കാരം. ഗൾഫിന്റെ ആഴങ്ങളിൽ മുക്കിക്കളയുകയും പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ അമേരിക്കയും ഇസ്രയേലും ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് നേരെ ഇറാന്റെ കരുത്തനായ സൈനിക ഉപദേഷ്ടാവ് നടത്തിയ വിറപ്പിക്കുന്ന ഈ പ്രഖ്യാപനം ഒരു പുതിയ യുദ്ധതന്ത്രത്തിന്റെ തുടക്കമായാണ് ലോകം വിലയിരുത്തുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിരോധ ഉപദേഷ്ടാവും IRGC മുൻ മേധാവിയുമായ മേജർ ജനറൽ യഹിയ റഹീം സഫാവി നടത്തിയ ഈ പ്രസ്താവന കേവലം ഒരു താക്കീത് മാത്രമല്ല, മറിച്ച് പേർഷ്യൻ ഗൾഫിന്റെ ആഴങ്ങളിൽ ശത്രുക്കളെ കുഴിച്ചിടുമെന്ന ഇറാന്റെ സൈനിക ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ നാവികപ്പടയും സഖ്യകക്ഷികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ഉച്ചരിച്ച വാക്കുകൾ പെന്റഗണിനെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. നൂതനമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണ് എന്ന് ഇറാൻ അടിവരയിട്ട് പറയുന്നു. ശത്രുവിന്റെ സൈനിക താവളങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ സജ്ജമാണ് എന്ന സന്ദേശം ഇതിലൂടെ ലോകത്തിന് നൽകുകയാണ് ഇറാൻ. കേവലം ഒരു പ്രതിരോധം എന്നതിലുപരി ആക്രമിച്ച് കീഴടക്കുക എന്ന ഇറാന്റെ മാറിയ യുദ്ധനയമാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഇസ്രയേലിന് ലഭിക്കുന്ന ബാഹ്യ പിന്തുണകളെ തകർക്കുവാനും മേഖലയിൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും ഇറാൻ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ പരസ്യമായ പ്രഖ്യാപനം. മാർച്ച് 21 നടന്ന പുതിയ മിസൈൽ ആക്രമണം ഈ സംഘർഷത്തിന് പുതിയ തീവ്രത നൽകിയിരിക്കുകയാണ്. തെക്കൻ ഇസ്രയേലി നഗരങ്ങളായ ഡിമോണയും ആരാദും ലക്ഷ്യമാക്കി വിക്ഷേപിച്ച ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി തീർക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രയേലിന്റെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നായ ഡേവിഡ്സ് സ്ലിംഗ് മിസൈലുകൾക്ക് തടയുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ്. അതായത് സാധാരണയായി അതിവിശ്വാസത്തോടെ കണക്കാക്കപ്പെടുന്ന ഈ സംവിധാനത്തിന്റെ വീഴ്ചയാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത്. ആഗോള സൈനിക നിരീക്ഷകരെ പോലും ഇത് ആശ്ചര്യപ്പെടുത്തുകയാണ്. റഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം അമേരിക്കൻ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ചെടുത്ത ഡേവിഡ് സ്ലിംഗ് ഇടത്തരം മുതൽ ദീർഘദൂര മിസൈലുകൾ വരെ തടയാൻ രൂപകൽപ്പന ചെയ്ത അത്യാധുനിക സംവിധാനം കൂടിയാണ്. മുൻ സംഘർഷങ്ങളിൽ ഇറാനിയൻ മിസൈലുകളെ വിജയകരമായി നശിപ്പിച്ച ഈ സംവിധാനം ഇത്തവണ ഗദ്ദർ ക്ലാസ് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മുന്നിൽ ഫലപ്രദമല്ലാതിരുന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ഇതൊരു സാങ്കേതിക പിഴവോ അല്ലെങ്കിൽ ഇറാന്റെ പുതിയ തലമുറ മിസൈൽ സാങ്കേതിക വിദ്യയുടെ ശക്തിയോ എന്ന ചർച്ചകൾ അതാണ് ശക്തമാക്കുന്നത്. എന്തായാലും ഇറാൻ ഉപയോഗിച്ച മിസൈലുകളുടെ സവിശേഷതകളാണ് ഇവിടെ നിർണായകമായത്. ഉയർന്ന വേഗത, കൃത്യത, കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള കഴിവ് എന്നിവയുടെ കൂട്ടായ്മയായാണ് ഇവയെ കൂടുതൽ അപകടകാരികളാക്കുന്നത്. ചില വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാൻ മിസൈലുകളിൽ മാനവ നിർമ്മാണ ബുദ്ധിയുമായി ബന്ധപ്പെട്ട നാവിഗേഷൻ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തിയ മാനുവറിംഗ് ശേഷിയും ഉൾപ്പെടുത്തിയേക്കാം എന്നാണ്. അതായത് ഇതുവഴി പരമ്പരാഗതമായ ഇന്റർസെപ്റ്റർ മിസൈലുകൾ വഴി ലക്ഷ്യം കൃത്യമായി തിരിച്ചറിയുവാനും നശിപ്പിക്കുവാനും ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇസ്രായേലിന്റെ മൾട്ടി ടയർ മിസൈൽ പ്രതിരോധ സംവിധാനം, അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് ആരോ സിസ്റ്റങ്ങൾ എന്നിവ ചേർന്നതാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ ശൃംഖലകളിലൊന്നായി കണക്കാക്കപ്പെടുന്നത്. എന്നിരുന്നാലും ഈ പുതിയ ആക്രമണം ആ ശൃംഖലകളെ ദൗർബല്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുന്നു എന്നതാണ് പുറത്തു വരുന്ന വസ്തുത. പ്രത്യേകിച്ച് ചെലവ് കുറഞ്ഞ ഇറാനിയൻ മിസൈലുകൾക്കെതിരെ കോടികൾ വില വരുന്ന ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ദീർഘകാല തന്ത്രപരമായ വെല്ലുവിളി കൂടി ആകുന്നു. ഏതായാലും കുറഞ്ഞ ചിലവിൽ വലിയ കൂടിയ വിലയിലുള്ള അമേരിക്കയുടെ മിസൈലുകളെയും എല്ലാം ഇറാൻ തകർത്ത് തരിപ്പണമാക്കുകയും ഇസ്രായേലിനെ നശിപ്പിച്ച് വെണ്ണീറാക്കുകയാണ് ചെയ്യുന്നത്.